നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗൾഫ് രാജ്യങ്ങളിൽ കൊറോണ കേസുകൾ ഉയരുന്നതിനിടെ സൗദി അറേബ്യയിൽ രോഗബാധിതരുടെ എണ്ണം 1 ലക്ഷം കടന്നുവെന്ന വാർത്തകൾ ഏറെ ഞെട്ടിപ്പിച്ചിരുന്നു. ഞായറാഴ്ച 3045 പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതോടെയാണ് രോഗബാധിതരുടെ എണ്ണം 1 ലക്ഷത്തിലേക്ക് കടന്നതെന്ന് സൗദി ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. നിലവിൽ രോഗബാധിതരുടെ എണ്ണം 1,1914 ഉയർന്നിരിക്കുന്നത്. സൗദിയിൽ രോഗം സ്ഥിരീകരിക്കുന്ന പ്രവാസികളുടെ എണ്ണം വളരെ അധികമാണെന്നാണ് മറ്റുള്ള ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന കണക്കുകൾ അനുസൃതമാക്കി നോക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്. നിരവധി മലയാളികൾക്ക് COVID-19 മൂലം ഇവിടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ സൗദി അറേബ്യയിലെ കോവിഡ് കേസുകളുടെ വിശദാംശങ്ങൾ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. സൗദിയിൽ കോവിഡ് കേസുകൾ ഉയർന്ന സാഹചര്യത്തിൽ സഹായഹസ്തവുമായി ചൈനീസ് മെഡിക്കൽ സംഘം രാജ്യത്ത് എത്തുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഫെബ്രുവരിയിൽ ചൈനയിൽ COVID-19 പടർന്നു പിടിച്ചപ്പോൾ ചൈനയ്ക്ക് പിന്തുണ വാഗ്ദാനം ചെയ്ത രാജ്യം കൂടിയായിരുന്നു സൗദി. ചൈനയിലെ കോവിഡ് വ്യാപനം കുറയുകയും സൗദിയിൽ രോഗബാധ കൂടുകയും ചൈന തിരിച്ചും സഹായവുമായി എത്തിയിരുന്നു. ഏപ്രിൽ 15-ന് 8 മെഡിക്കൽ വിദഗ്ധരടങ്ങുന്ന ചൈനീസ് സംഘം സൗദി സന്ദർശിക്കുകയും കോവിഡ് വിരുദ്ധ പോരാട്ടത്തിൽ കൈകോർക്കുകയുമായിരുന്നു. എന്നാൽ സൗദി അറേബ്യയിൽ കോവിഡ് ബാധിച്ച് ഇതിനോടകം തന്നെ ഒരു മലയാളി കൂടി മരിച്ചു. വായ്പൂർ പുത്തൻപറമ്പിൽ അഹമ്മദ് സാലിയുടെ മകൻ താജുദ്ദീനാണ് മരിച്ചത്. 50 വയസ്സാണ്. അമീർ സുൽത്താനിലെ സ്റ്റാർ സൂപ്പർ മാർക്കറ്റിൽ ജീവനക്കാരനായിരുന്നു. കഴിഞ്ഞ 25 വർഷക്കാലമായി സൗദിയിലായിരുന്നു ഇയാൾ ജോലി ചെയ്തു വന്നിരുന്നത്. കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ 1.5 ആഴ്ചയായി ജിദ്ദയിലെ ജർമ്മൻ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. ഇന്നലെ വൈകിട്ടാണ് മരണം സ്ഥിരീകരിച്ചത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.